നമസ്കാരം. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ GCDAയോട് ചോദ്യങ്ങളുമായി എറണാകുളം MP ഹൈബി ഈഡൻ. സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ഹൈബി ഈഡൻ MP GCDAയോട് ആവശ്യപ്പെട്ടു. മെസ്സിയുടെ പേരിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലെന്ന് ഹൈബി ഈഡൻ ആരോപിച്ചു. മെസ്സി വരാത്ത സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ സ്പോൺസർക്ക് അവകാശമുണ്ടോ എന്നും ഹൈബി ചോദിച്ചു. മെസ്സിയുടെ സന്ദർശനവും കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെയും കരാറുകളെയും ധനസമാഹരണവും സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന നിലയിൽ ഫുട്ബോൾ ടീം നൽകുന്നതാണ് GCDAയുടെ പ്രധാന വരുമാനം. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടു പോകുന്നുവെന്നാണ് വാർത്തകൾ. ഇതും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. സ്റ്റേഡിയം അനിശ്ചിതത്വത്തിലാകുമ്പോൾ ലീഗ് മത്സരങ്ങൾ എങ്ങനെ നടക്കുമെന്നും ഹൈബി ചോദിച്ചു. സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഏതു തരത്തിലുള്ള വൈദഗ്ധ്യമാണ് കമ്പനികൾക്കുള്ളത്? മെസ്സി വരാത്ത സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിൽ അടുത്തതായി നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനം എന്താണ്? സ്റ്റേഡിയം വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. സർക്കാർ ഭൂമിയിലെ മരങ്ങൾ നിരവധി കമ്മിറ്റികളുടെ അനുമതിയോടുകൂടി മാത്രമേ മുറിച്ചു മാറ്റാൻ സാധിക്കൂ. ഈ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ കായിക മന്ത്രിയുടെയോ അറിവോടെയാണോ നിർമ്മാണ കമ്പനിയുടെ നടപടിയെന്നും ഹൈബി ഈഡൻ ചോദിച്ചു. വിഷയത്തിൽ വ്യക്തത തേടി ഹൈബി GCDAയ്ക്ക് കത്തയച്ചിരുന്നു. ഡിസംബറിലെ ISL മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം സജ്ജമാവുകയോ എന്നും അർജന്റീന മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നും MP കത്തിൽ ചോദിക്കുന്നുണ്ട്. ലയണൽ മെസ്സിയുടെ അർജന്റീന ടീമിന്റെയും മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് MPയുടെ കത്ത്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനാണ് കത്ത്. സ്റ്റേഡിയം നവീകരണത്തിനും പരിപാടികളുടെ ആതിഥേയത്വവും സംബന്ധിച്ച GCDA ഏതെങ്കിലും സ്പോൺസർ കമ്പനിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കരാറിലോ ധാരണാപത്രത്തിലോ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ എന്നും MPയുടെ ആദ്യത്തെ ചോദ്യമായുണ്ട്. നവീകരണ പദ്ധതിയുടെ നിലവിലെ സമയക്രമങ്ങളും വ്യാപ്തിയും എന്തൊക്കെയാണെന്നും ഭാവിയിലെ കായിക സാംസ്കാരിക പരിപാടികൾക്ക് നവീകരണം ഗുണം ചെയ്യുമോ എന്നും MP കത്തിൽ ചോദിക്കുന്നുണ്ട്. ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ GCDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും MP ആവശ്യപ്പെട്ടു. ഇതിഹാസ താരം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ താരങ്ങളും കേരളത്തിലേക്ക് തൽക്കാലം ഇല്ലെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സ്റ്റേഡിയം നവീകരണത്തെ ചൊല്ലി വിവാദം ചൂടുപിടിക്കുകയാണ്. 70 കോടി മുടക്കി സ്റ്റേഡിയം നവീകരണം ഏറ്റെടുത്ത മെസ്സി സന്ദർശനത്തിന്റെ മുഖ്യ സ്പോൺസറുടെ താല്പര്യമാണ് പലരും ചോദ്യം ചെയ്യുന്നത്. ഇതിനിടെ സ്റ്റേഡിയം നവീകരിച്ചാൽ മെസ്സി പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര മത്സരം കഴിഞ്ഞും സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം തരണമെന്ന് സ്പോൺസർമാരായ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് GCDA നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ ആവശ്യം അന്നേ തള്ളുകയായിരുന്നു സ്റ്റേഡിയം ഉടമകളായ GCDA. വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന നൽകാമെന്നാണ് അന്ന് സ്പോൺസറെ അറിയിച്ചതെന്നും GCDA ഭാരവാഹികൾ പറയുന്നു. കളിക്ക് വേണ്ടി നവീകരിക്കാം എന്നല്ലാതെ നടത്തിപ്പിൽ ഒരു പങ്കാളിത്തവും റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്ററിന് കോർപ്പറേഷൻ ഉണ്ടാകില്ലെന്നാണ് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനിടെ മെസ്സിയും കൂട്ടരും അടുത്തൊന്നും വരില്ലെന്ന് വ്യക്തമായതോടെ നവീകരണവും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കായിക പ്രേമികൾ.